ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം. എന്ത് മെസ്സേജാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്? പ്രൊട്ടക്ഷൻ ഗാർഡിയനാണ്. സ്റ്റാർ ഗേസർ, ലോഡ്. ബോട്ടം വന്നിട്ടുള്ളത് എൽഡർ ആണ്. ഇതിൽ ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് പ്രൊട്ടക്ഷൻ ഗാർഡിയാണ്. ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പഴയ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ കാരണം നിങ്ങളെല്ലാവരെയും ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയോടെയാണ് കാണാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഭയത്തോടു കൂടിയാണ് കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രതിരോധിക്കും തോറും നിങ്ങൾക്ക് വരുന്ന ചില മെസ്സേജസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം പാസ്റ്റിലുള്ള കുറേ ട്രോമ കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ കുറേ മോശം അനുഭവങ്ങൾ കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നല്ല ഇൻറ്റൻഷനോടുകൂടി വരുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ അവരെയും നിങ്ങൾ സംശയത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഇപ്പോൾ പറയണത് അവരുടെ അനുഗ്രഹവും പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ വാതിലുകളും അടച്ചു വയ്ക്കാതെ ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നത് നല്ലതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ നല്ല ആളുകളും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പം എല്ലാവരെയും നിങ്ങൾ ആവിശ്വസിച്ചത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്കായി പോകും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പുതിയ അവസരങ്ങളെ, ഇപ്പോൾ പുതിയൊരു കാര്യം വന്നാൽ പോലും നിങ്ങളത് പഴയ ആ ഒരു അനുഭവത്തിൻ്റെ പരിചയത്തിൽ നിങ്ങൾ അത് അടച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളൊന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരുണ്ട്, അതുകൊണ്ട് നിങ്ങളത് വിശ്വസിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ വാതിലുകൾ നിങ്ങൾ ഓപ്പൺ ആക്കി വയ്ക്കുക. നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അടുത്ത് സ്റ്റാർ ഗേസറാണ് വന്നിട്ടുള്ളത്. ഇതിൽ സെറ്റ് യുവർ സൈറ്റ്സ് ഹയർ ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെപ്പോഴും നിങ്ങളെ ചെറുതായാണ് കാണുന്നത്. നിങ്ങളെ ചെറുതായി കാണാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ചിലപ്പം വലിയ സ്വപ്നങ്ങൾ കാണാൻ മടിക്കുന്ന ആൾക്കാരാണ്, പേടിയാണ്. അത് നടക്കൂല. നിങ്ങൾ കാണുന്ന വലിയ സ്വപ്നങ്ങളൊന്നും നിങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴൊക്കെയോ നിങ്ങളിൽ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. കാരണം ഇതൊന്നും നടക്കാൻ പോകണില്ല. ഒരു വലിയൊരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ ബ്ലോക്ക് ചെയ്യും. കാരണം നിങ്ങളെപ്പോഴും ഈ ചീപ്പ്നെസ്സിൽ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ചെയ്യേണ്ടവരല്ല നിങ്ങളെന്നാണ് ഈ ഒരു സമയം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ വലിയ സ്വപ്നങ്ങൾ കീഴടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ ചെറുതാക്കി കാണരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതായിരിക്കണം എന്നുള്ളതാണ്. അത്രയും വലുതായി നിങ്ങൾ സ്വപ്നം കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചീപ്പ്നെസ്സിൽ സെറ്റിൽ ചെയ്ത് ഇത് മതി, ഇത്രയൊക്കെ മതി എന്നുള്ളതിന് പകരം നിങ്ങൾ എനിക്കിതൊന്നും പോരാ, നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കാൻ ഇനിയും ഒരുപാട് അവസരങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകാനും ആ വലിയ ലക്ഷ്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സമയമാണ് എന്നാണ്. അടുത്ത ലോഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു
നേതാവാകാനുള്ള എല്ലാ ഗുണഗണങ്ങളും ഉള്ള ആളാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നേതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടുതൽ വില കൊടുക്കുന്നു, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ വേറെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക. അത് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കണം. അതായത് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും, അതായത് ഉറച്ച തീരുമാനങ്ങളും നിലപാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു നിങ്ങൾ എടുക്കാനുള്ളൊരു ശക്തി നിങ്ങൾക്കുണ്ട്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. മാത്രമല്ല മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കേണ്ട ആൾക്കാരല്ല. പിന്നെ ഇത് മറ്റുള്ള കുറേ ആൾക്കാർ നിങ്ങളെ സഹായിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കൺട്രോള് നിങ്ങൾ തന്നെ എടുക്കണം എന്നാണ്. അടുത്ത എൽഡറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്കൊരു പരിമിതി ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. മൂവ് ബിയോണ്ട് ആൻസിസ്ട്രൽ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചിലപ്പം നിങ്ങളുടെ ഫാമിലിയിൽ വന്നിട്ടുള്ള ചില പേടികൾ അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ, അത് ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ എന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് കേട്ട് അത് വിശ്വസിച്ച് ജനിച്ച് വളർന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇത്രയും പറ്റുള്ളൂ, അല്ലെ ഇങ്ങനെ ആകാവൂ, അങ്ങനെയല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പണ്ട് പറഞ്ഞ് കേട്ടതനുസരിച്ച് ആ ജീവിത രീതി മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിന്ന് മറികടക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് കാണുന്നത്. അതേ ഒരു സൈക്കിൾ തന്നെ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾ പഴയ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതായത് പഴയ ആൾക്കാർ ചെയ്തിരുന്ന അതേ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത, അത് നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ പൂർണ്ണമായും വിട്ട് കളയുക. കാരണം അവർക്ക് പരിമിതികളുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ഫാമിലിയിൽ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ അവർക്ക് പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ആ പരിമിതികളില്ല. നിങ്ങൾക്ക് പുതിയവ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിമിതികളെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഭയത്തിൽ നിന്നും ജീവിക്കരുത്, നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കാനാണ് കേട്ടോ. പാസ്റ്റിൽ ഉള്ള ട്രോമ ഉണ്ടായിരിക്കാം, ചില ഭയങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ഭയം ഉണ്ടായിരിക്കാം. ആ ഒരു ഭയമൊക്കെ മാറി നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളുടെ ധൈര്യത്തെ വിശ്വസിച്ച്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കാണണം എന്നാണ്. അപ്പം ഈ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഫാമിലി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളയുക. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സമയമായി എന്നാണ് ഈ ഒരു സമയം നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന് ഈ ഒരു സമയം നിങ്ങളോട് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.